മലങ്കര സഭയെ സംബന്ധിച്ച് പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായാൽ സംസ്ഥാപിതമായ അപ്പോസ്തോലിക പൈതൃകം അതാണ് സഹസ്രാബ്ദങ്ങളായി ഈ മണ്ണിൽ നിലനിൽക്കുന്നത്. ഏകദേശം 15-ാം നൂറ്റാണ്ടോടുകൂടി പോർട്ടുഗീസുകാരുടെ ആഗമനം, പോർട്ടുഗീസുകാർ വന്നപ്പോഴാണ് തദ്ദേശീയമായ മലങ്കര സഭയിൽ നിന്ന് ഭൂരിപക്ഷം ആളുകളെ പണത്തിന്റെയും അധികാരത്തിന്റെയും പേരിൽ അടത്തിക്കൊണ്ടുപോയി. അങ്ങനെയാണ് സീറോ മലബാർ സഭ ഉണ്ടായത്. എന്നാൽ 1653 അവിടെ വേണം യഥാർത്ഥത്തിൽ മലങ്കര നസ്രാണി അവന്റെ അഭിമാനം കണ്ടെത്തുവാൻ. 1653 കൂനംകുരിശ് സത്യം കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിയാണ്. മഹാനായ സാമൂതിരി ശക്തനും സൈന്യങ്ങളുടെ സഹായമുള്ളവനുമാണ്. പക്ഷെ വാസ്കോഡിഗാമയുടെ വെള്ള നിറത്തിന്റെ മുമ്പിൽ സാമൂതിരി തലകുനിച്ചു. അദ്ദേഹത്തിന്റെ അധികാര ചെങ്കോലെ വാസ്കോഡിഗാമയുടെ മുമ്പിൽ കോഴിക്കോട്ടെ സാമൂതിരി കൊടുത്തു. എന്നാൽ ഭാരതത്തിൽ വൈദേശിക ക്രമീകരണത്തിനും ഭരണത്തിനുമെതിരായി ആദ്യം പ്രതികരിച്ച മലങ്കര നസ്രാണികളുടെ മക്കളാണ് യഥാർത്ഥത്തിൽ ഇന്ന് മാവേലിക്കരയിൽ കൂടിയിരിക്കുന്നത്. സാമൂതിരിയുടെ മുമ്പിൽ തലകുനിക്കാതെയും അധികാരത്തിന്റെ മുമ്പിൽ വീണുപോകാതെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊണ്ടു. അതാണ് ഭാരതത്തിന്റെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം 1653 കൂനംകുരിശ് സത്യം. അതിനുശേഷം അന്ന് നിലവിലിരുന്ന തോമസ് അർക്കതിയാക്കിയോൻ 1-ാം മാർത്തോമായായി മലങ്കര സഭയിൽ യഥാർത്ഥത്തിലുള്ള ഭരണക്രമീകരണത്തിലേക്ക് വരുന്നു. ആ മാർത്തോമൻ ഭരണക്രമീകരണത്തോടൊപ്പം ദിവന്നാസ്യോസ് പിതാക്കന്മാരുടെ ഭരണക്രമീകരണം വന്നു. ദിവന്നാസ്യോസ് 1-ാമനെ വാഴിക്കുന്ന സമയത്താണ് നമുക്കറിയാവുന്നതുപോലെ 1665 മാത്രമാണ് വിദേശത്ത് നിന്ന്, പ്രത്യേകിച്ച് സുറിയാനി സഭയിൽ നിന്ന് ഒരു മെത്രാച്ചൻ ഈ മലങ്കരയിൽ വരുന്നത്. അത് തന്നെ സംശയമാണ്. 1665 വന്ന ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ അന്ത്യോക്യൻ സിറിയൻ പാത്രിക്കീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണോ എന്ന് അറിയത്തില്ല. 1680 വന്നിട്ടുള്ള ശക്രല്ല ബാബ അദ്ദേഹവും സുറിയാനി, അന്ത്യോക്യൻ സുറിയാനി വിഭാഗത്തിൽപ്പെട്ടതാണോ എന്ന് അറിയത്തില്ല. ഏകദേശം 1700 18-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് പറയുന്ന ഈ അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരു മെത്രാച്ചൻ, ഒരു പ്രിലൈറ്റ് അധികാരി മലങ്കര സഭയിൽ വന്നത്. ബഹുമാനപ്പെട്ട തോമസ് പോൾ റമ്പാച്ചൻ കഴിഞ്ഞ ആഴ്ചയിൽ കയറാൻ ചെന്ന കോതമംഗലം പള്ളി സ്ഥാപിച്ചത് 1450 1450 സ്ഥാപിച്ച പള്ളി എങ്ങനെ 1700 വന്ന അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ കീഴിൽ വരും? അതാണ് മലങ്കര സഭയുടെ വിഷയം. സാധാരണ ചരിത്രത്തിൽ അനാക്രോണിസം എന്ന് പറയും, ചരിത്രത്തിന് ചേരാത്തതെന്ന് പറയും. ഇന്ന് ശകുന്തളയെ നാടക ക്രമീകരണത്തിൽ കാളിദാസന്റെ ശകുന്തളയെ ഇവിടെ അവതരിപ്പിച്ചാൽ ശകുന്തള ചുരിദാറുമിട്ട് റിസ്റ്റ് വാച്ചും കെട്ടി തലയിൽ ഒരു തൊപ്പിയും വെച്ചിരുന്നാൽ വിവരമുള്ളവൻ പറയും ഇത് ചരിത്രത്തോടുള്ള വിവരക്കേടാന്ന് എന്ന് പറഞ്ഞതുപോലെയാണ് അന്ത്യോക്യൻ പാത്രിക്കീസിനെ കൂട്ടുനിൽക്കുന്ന വിഘടിത വിഭാഗം പറയുന്നത് കോതമംഗലം പള്ളിയും പിറവം പള്ളിയും മണർകാട് പള്ളിയും കട്ടച്ചിറ പള്ളിയും പാത്രിക്കീസ് വിഭാഗത്തിന് പെട്ടതാണെന്ന്. അതെങ്ങനെ സാധിക്കും? പാത്രിക്കീസ് 18-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് ഈ മലങ്കരയിൽ ആദ്യം കാലുകുത്തുന്നത്. എന്നാൽ അതിന് വർഷങ്ങൾക്ക് മുമ്പേ സ്ഥാപിച്ചതാണ് കോതമംഗലം ചെറിയ പള്ളിയും വലിയ പള്ളിയും. പിറവം പള്ളി 5-ാം നൂറ്റാണ്ടിൽ മലങ്കര സഭയിൽ നിലനിന്നിട്ടുള്ളതാണ്. 5-ാം നൂറ്റാണ്ടിൽ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു സഭയുണ്ടെന്ന് പോലും അന്ത്യോക്യൻ പാത്രിക്കീസിനോ കൂട്ടർക്കോ അറിയത്തില്ല. 5-ാം നൂറ്റാണ്ടിൽ സംഘടിതമായ ഒരു ക്രമീകരണം അവിടെ ഇല്ല. സഹോദരങ്ങളെ, ഒന്നാമത് മലങ്കര സഭ ഓർക്കേണ്ട ഒരു സത്യം, അത് ഞാൻ പെട്ടെന്ന് പറയട്ടെ. ഈ പാത്രിക്കീസിനെ വിശ്വസിക്കരുത്, പാത്രിക്കീസിനെ വിശ്വസിക്കരുത്. ഇത് ഞാൻ പറയുന്നതല്ല, ഇന്നത്തെ ശ്രേഷ്ഠ ബാബ പറയുന്നതാണ്. ശ്രേഷ്ഠ ബാബ സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നത്. എന്നോട് ഇസ്ലാം സഹോദരങ്ങള് ക്ഷമിക്കണം, എല്ലാരും കേക്ക ശ്രേഷ്ഠ ബാബ അമ്മയെ മറന്നാലും അന്ത്യോക്യ മറക്കുകയല്ലെന്ന് പറയും. എന്നാൽ ശ്രേഷ്ഠ ബാബയ്ക്കറിയാം ഏറ്റവും പ്രശ്നക്കാരൻ അന്ത്യോക്യൻ പാത്രിക്കീസാണ്. അതുകൊണ്ട് സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹം പറയും അറബിയെ സൂക്ഷിച്ചോണം. ഇച്ചിരൂടെ വൃത്തികെട്ട വാക്കാണ് അങ്ങേര് പറയുന്നത്, തുലുക്കനെ സൂക്ഷിച്ചോണമെന്ന്. ഇത് നന്നേ ആരംഭത്തിൽ മലങ്കര സഭയ്ക്ക് അറിയാമായിരുന്നു. യഥാർത്ഥത്തിൽ പാത്രിക്കീസിന്റെ അധിനിവേശത്തിന്റെ ദോഷവശം ശരിക്കറിയാവുന്നത്. അത് കൽപ്പനയിലൂടെ വ്യക്തമാക്കിയ ആളാണ്
ഈ ശ്രേഷ്ഠ ബാബായിൽ ഒന്നാമത്തെ പീലക്സിനോസ് തിരുമേനി അദ്ദേഹത്തിന്റെ കൽപ്പനകൾ വളരെ വ്യക്തമായി അച്ചടിച്ചു കൊടുത്തിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഇന്ന് ഈ സമാധാന ചർച്ച വരുത്താവെന്ന് പറഞ്ഞത് മുൻപേ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് വായിച്ചു കേൾപ്പിച്ചു. മലങ്കര സഭയുടെ പൂർണ്ണാധികാരം മലങ്കര മെത്രാപ്പോലീത്തായിക്കും കാതോലിക്കായിക്കുമാണ്. പാത്രിക്കീസിന്റെ അധികാരം ശൂന്യതയിൽ വന്നിരിക്കുന്നു. അവിടെയാണ് പാത്രിക്കീസിന്റെ തന്ത്രം. ഒരു സമാധാന ശ്രമം എങ്ങനെയും നടത്തിയാൽ ശൂന്യതയിൽ വന്നിരിക്കുന്ന അധികാരത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കേറിപ്പറ്റാമെന്നുള്ള ബുദ്ധിയാണ് പാത്രിക്കീസും ശ്രേഷ്ഠഭാവിയായി ഇറക്കുന്നത്. നിങ്ങൾ ഈ കുറെ പേരെ സമൂഹ ട്രോളുകളിൽ മൊണ്ടയെന്ന് വിളിക്കാൻ പലപ്പോഴും താല്പര്യപ്പെടുന്ന ഓർത്തഡോക്സ് വിഭാഗത്തിലെ നേതൃത്വമുണ്ട്. മക്കളെ, സത്യത്തിൽ തിരിഞ്ഞിരുന്ന് മുഖത്തോട്ട് നോക്കണം. ഇന്ന് ഈ ഭാരതത്തിൽ ഭംഗിയായി കേസ് നടത്താനും ബുദ്ധിപൂർവം കാര്യം ചെയ്യാനും മലങ്കര മെത്രാപ്പോലീത്തായിക്ക് അറിയാവുന്നിടത്തോളം കാലം ഈ മണ്ണിന്റെ ഒരു അധികാരവും ഒരു പാത്രിക്കീസിനും ലഭിക്കത്തില്ല. അത് പരമമായ സത്യമാണ്. നിങ്ങൾ ഓർക്കണം, അബ്ദുള്ള പാത്രിക്കീസ്, ഞാൻ കാതോലിക്കേറ്റ് സിംഹാസന സ്ഥാപനമൊക്കെ ചിന്തിച്ചതാ. അഭിമന്യ തിരുമേനി പറഞ്ഞു ചുരുക്കണം, കാര്യം ജനങ്ങളെ ആകപ്പാടെ വിഷമിക്കും. സത്യത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് 1912 അബ്ദേദ് മശിഹ പാത്രിക്കീസ് കാതോലിക്കേറ്റ് സ്ഥാപനം നിർവഹിച്ചു മലങ്കരയിൽ. അതിനൊരു കാരണമുണ്ട്. അപ്പോസ്തോലിക പിന്തുടർച്ചകൾ എല്ലാ പൗരസ്ത്യ സഭകളും ഏറ്റവും കേന്ദ്ര തലത്തിൽ ആഗ്രഹിക്കുന്നു. പേർഷ്യൻ സുറിയാനി സഭയിൽ 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും പീഡന കാലഘട്ടത്തിൽ മഹാപുരോഹിതന്മാർ, പ്രത്യേകിച്ച് മെത്രാച്ചന്മാർ ഇല്ലാതെ വന്നപ്പോൾ റോമാ സഭയിൽ നിന്ന് അവർ അപ്പോസ്തോലിക കൈവപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോസ്തോലിക കൈവപ്പുകൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നിന്ന് പോയപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് പറയട്ടെ, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും അപ്പോസ്തോലിക കൈവപ്പ് പേർഷ്യൻ സുറിയാനി സഭയിൽ നിന്നും അന്ത്യോക്യൻ സുറിയാനി സഭയിൽ നിന്നും എന്തിനേറെ പറയണം തോഴിയൂർ സഭയിൽ നിന്ന് വരെ സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാൻ ഞാനൊന്ന് പറയാം. ഈയിടെ KP യോഹന്നാൻ മെത്രാപ്പൊലീത്തായല്ലോ ബിലീവേഴ്സ് ചർച്ച്. ഞാൻ കുറ്റം പറയാനല്ല കേട്ടോ. അദ്ദേഹത്തിന് മനസ്സിലായി സഭയായിട്ട് നിലനിൽക്കണമെങ്കിൽ ഒരു അപ്പോസ്തോലിക കൈവപ്പ് വേണമെന്ന്. അദ്ദേഹം CSI സഭയിൽ നിന്ന്, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, കൈവപ്പ് സ്വീകരിച്ചു. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം CSI സഭ ബിലീവേഴ്സ് ചർച്ചിനെ മുഴുവൻ വിഴുങ്ങിക്കളയുമെന്നാണോ അതിന്റെ അർത്ഥം? അപ്പോസ്തോലിക കൈവപ്പ് പല സന്ദർഭങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള പാരമ്പര്യം ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയ്ക്കും ആഗമാന സഭയ്ക്കുമുണ്ട്. എന്നാൽ ഒരു സഭ പോലും അപ്പോസ്തോലിക കൈവപ്പിന്റെ പേരിൽ അധിനിവേശം നടത്തുന്നില്ല. ഓർമ്മിപ്പിച്ചതുപോലെ ഓർത്തഡോക്സ് സഭകൾ ദേശീയ സഭകളാണ്. ആ ദേശത്തിന്റെ സ്വതന്ത്ര സഭയാണ്. 912 കാതോലിക്കേറ്റ് സ്ഥാപിച്ചു. അതിനുശേഷം അബ്ദുള്ള പാത്രിക്കീസിനെ ആരും ക്ഷണിക്കാതെ അദ്ദേഹം ഇവിടെ വന്നു. അദ്ദേഹം വന്ന് പൗലൂസ് മാർ കൂറിലോസിനെ വാഴിച്ച്, പട്ടശ്ശേരി തിരുമേനിയോട് കൂടെ വാഴിക്കപ്പെട്ടതാണ്. പൗലൂസ് മാർ കൂറിലോസ് തിരുമേനിയെ വിഘടിത വിഭാഗത്തിന്റെ മലങ്കര മെത്രാപ്പൊലീത്തായി വാഴിച്ചു. അന്ന് മുതലാണ് ബാവായുടെ കൂടെ നിൽക്കുന്നവർ, പാത്രിക്കീസ് ബാവായുടെ കൂടെ നിൽക്കുന്നവർ ബാവാ കക്ഷിയും വട്ടശ്ശേരി തിരുമേനിയുടെ കൂടെ നിൽക്കുന്നവർ മെത്രാൻ കക്ഷിയായി. അതാണ് ഈ 1 നൂറ്റാണ്ടിന്റെ ചരിത്രം. സഹോദരങ്ങളെ, അന്നു മുതൽ പഴയ സെമിനാരിയുടെ 2 മുറികളിൽ, ഒന്നിൽ അബ്ദുള്ള പാത്രിക്കീസും ഒന്നിൽ മലങ്കരയുടെ മെത്രാപ്പൊലീത്ത പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയും താമസിച്ചു. അന്നു മുതൽ പാവപ്പെട്ട വട്ടശ്ശേരി തിരുമേനി എങ്ങനെയെങ്കിലും പ്രതിസന്ധി ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ അബ്ദുള്ള പാത്രിക്കീസിന്റെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു, തിരുമേനി മലങ്കരയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കരുത്. ശ്രേഷ്ഠ ബാബ പറയുന്നത് പോലെ അറബിക്ക് പണം മതിയായിരുന്നു, അതുകൊണ്ടാണ് ഈ സഭയെ ഉണ്ടാക്കിയത്. അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് അനുഭവിക്കുന്ന ദുരിതവും പ്രതിസന്ധികളും മുഴുവൻ. സഹോദരങ്ങളെ, നമ്മൾ ഓർത്തു നോക്കിക്കേ, സമാധാന ശ്രമം 1913 മുതൽ 2003 വരെ അനവധി സന്ദർഭങ്ങളിൽ മലങ്കര സഭ സമാധാന ശ്രമം നടത്തി. ആ സമാധാന ശ്രമങ്ങളോട് ഒന്നിനോടും പ്രതികരിക്കുവാൻ ഇന്നത്തെ വിഘടിത വിഭാഗം കൂട്ടുനിന്നില്ല. നമുക്കറിയാം, 1958 1-ാം സുപ്രീം കോടതി വിധി ഉണ്ടായി. സഭയിൽ സമാധാനം സംസ്ഥിതമായി. 1964 കാതോലിക്ക വാഴ്ചയിൽ പാത്രിക്കീസ് പങ്കെടുത്തു. എത്ര മനോഹരമായൊരു സാഹചര്യം! 24 MLA-മാർ അന്ന് അസംബ്ലിയിലുണ്ട്. ബസേലിയോസ് കോളേജ്, കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജ്, നിങ്ങൾക്കറിയാവോ
ഈ കേരളത്തിൽ ആദ്യം ഒരു ക്രിസ്ത്യാനിക്ക് എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടിയത് നമുക്കാണ്. അന്ന് കർമ്മേൽ കുന്നിൽ ഒരു പോളിടെക്നിക്കാണ് കത്തോലിക്കർക്ക് അനുവദിച്ചു കൊടുത്തത്. അതായിരുന്നു 70കളിലെ മലങ്കര സഭയുടെ അവസ്ഥ. അത് നശിപ്പിച്ചത് യാക്കോബ് തൃതീയൻ പാത്രിക്കീസാണ്. അങ്ങനെ 203 നമ്പർ കൽപ്പനയിൽ അതുവരെ ഒരു പ്രതിസന്ധി ഇല്ലാതിരുന്നിടത്ത് 203 നമ്പർ കൽപ്പന അയച്ചു. തോമാസ് ലീഹായ്ക്ക് പട്ടത്തമില്ല, അദ്ദേഹം ഒരു പുരോഹിതൻ പോലും അല്ല എന്ന്. അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് വിഘടിത വിഭാഗത്തിന്റെ കൂട്ടരനുഭവിക്കുന്ന ദുരിതം. എന്നവര് അറബിയെ വിടുവോ അന്ന് മാത്രമേ മലങ്കരയിൽ സ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ. മലങ്കര സഭയ്ക്ക് ഒരിക്കലും ഒരു സഹോദര സഭയുടെ മെത്രാപ്പൊലീത്ത എന്നതല്ലാതെ മലങ്കരയിൽ യാതൊരു അധികാരവും യഥാർത്ഥത്തിൽ അന്ത്യോക്യൻ പാത്രിക്കീസിനില്ല. അതിനുള്ള ഒരവകാശവും അദ്ദേഹത്തിനില്ല. ആ അവകാശം വെച്ചുകൊണ്ട് ഒരു സമാധാന ക്രമീകരണവും മലങ്കര സഭയുടെ ക്രമീകരണത്തിൽ ഇല്ല എന്നത് പരമാർത്ഥം. ഞാൻ പെട്ടെന്ന് മറ്റൊരു വിഷയത്തിലേക്ക് വരട്ടെ. സഭ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയിൽ ഈ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ പറയുന്ന പലരും പറയുന്നത്, നിങ്ങളുടെ വേഷം, നിങ്ങളുടെ ആരാധന, നിങ്ങളുടെ ഭാഷ, ഇതൊക്കെ നിങ്ങൾ ഈ അന്ത്യോക്യൻ പാത്രിക്കീസിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒന്നാമത് അഭിമന്യ ദിയസ്കോറോസ് തിരുമേനി പേര് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അങ്ങേര് എന്നാ പറഞ്ഞാലും വട്ടിപ്പണമെന്നും ആനപ്പാപ്പി എന്നും പറയും. ഏഷ്യാനെറ്റിന്റെ ന്യൂസിലും മനോരമ ന്യൂസിലും ഒക്കെ അങ്ങേർക്കറിയാവുന്നത് ഈ ഭാഗത്തെ കുറിച്ച് അത്രേ ഉള്ളൂ. പക്ഷെ ഓർത്തു നോക്കിക്കേ, ലോകത്തെ ആകമാന ക്രൈസ്തവ സഭകൾക്ക് 3 ആരാധനാ പാരമ്പര്യമുണ്ട്. ഒന്ന് ലത്തീൻ പാരമ്പര്യം, ഒന്ന് ബൈസാന്റിയൻ ഗ്രീക്ക് പാരമ്പര്യം, ഒന്ന് സുറിയാനി പാരമ്പര്യം. ഈ സുറിയാനി പാരമ്പര്യം എന്ന് പറയുന്നത് ഇന്നത്തെ അന്ത്യോക്യൻ പാത്രിക്കീസ് വിഭാഗത്തിൽപ്പെട്ടവരുടെ കുടുംബസ്വത്തൊന്നുമല്ല. ലത്തീൻ പാരമ്പര്യത്തിൽ റോമൻ കത്തോലിക്കരും ബൈസാന്റിയൻ ഗ്രീക്ക് പാരമ്പര്യത്തിൽ ബൈസാന്റിയൻ പാരമ്പര്യവും അല്ലെങ്കിൽ ബൈസാന്റിയൻ ഓർത്തഡോക്സ് സഭകളും ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ മുഴുവൻ പാരമ്പര്യമാണ് സുറിയാനി ആരാധനാ പാരമ്പര്യം. നിങ്ങൾക്കറിയാവോ, ഈ സൈസ് 7 എണ്ണം ഈ അന്ത്യോക്യൻ പാത്രിക്കീസ് എന്ന് പറയുന്ന 7 എണ്ണം ഇപ്പൊ മിഡിൽ ഈസ്റ്റിലുണ്ട്. ഏതാ ഒറിജിനൽ എന്ന് ആർക്കും അറിയത്തില്ല, ഇവിടെ ഇരിക്കുന്നവർക്കും അറിയത്തില്ല. അങ്ങനത്തെ ഒത്തിരി കൽപ്പനയും ഈ മലയെക്കുറിച്ച് ദേറാം മുതൽ ഒറിജിനൽ അല്ലാത്ത ഒത്തിരി കൽപ്പനകൾ സഭകളുടെ ആരാധനാ പാരമ്പര്യത്തിലും പ്രത്യേകിച്ച് ഈ വിഷയങ്ങളിലും വന്നിരുന്നു. ഒരു കാര്യം ഓർക്കുക, മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം സഭ നിലനിന്നിരുന്ന പേർഷ്യൻ സുറിയാനി സഭയുടെ ആരാധനാ പാരമ്പര്യം ആ ആരാധനാ പാരമ്പര്യത്തോട് ചേരുന്നതായതുകൊണ്ടാണ് അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ വിഭാഗത്തിൽ വന്ന സുറിയാനി സഹോദരങ്ങളോട് ഏകീഭവിച്ചുകൊണ്ട് ആ ഒരു അപ്പോസ്തോലിക കൈവപ്പിന്റെ നിലനിൽപ്പും ആരാധനാ പാരമ്പര്യവും സഭയിൽ നിലനിൽക്കുന്നത് അതൊരിക്കലും ഒരധിനിവേശത്തിന്റെയോ അധികാരത്തിന്റെയോ ചിഹ്നമല്ല, മറിച്ച് പൊതുവായ സുറിയാനി ആരാധനാ പാരമ്പര്യം. അതിനേക്കാളുപരി ഇന്ന് സുറിയാനി ആരാധനാ പാരമ്പര്യം ദമസ്കോസിലില്ല, അതുപോലെ തന്നെ അന്ത്യോക്യൻ പാത്രിക്കീസ് അധിവസിക്കുന്ന ലെബാനോനിലില്ല, മുഴുവൻ അറബിനൈസ് ചെയ്തു പോയി. അല്പമെങ്കിലും സുറിയാനി വേദശാസ്ത്രവും ആരാധനാ പാരമ്പര്യവും പരിരക്ഷിക്കുന്നത് ഈ മലങ്കരയിലാണ്. ഇന്ന് യഥാർത്ഥത്തിൽ സുറിയാനി പാരമ്പര്യത്തിന്റെ ശരിയായ വക്താക്കൾ മാർത്തോമാ ശ്ലീഹായാൽ സംസ്ഥാപിതമായ മലങ്കര ഓർത്തഡോക്സ് സഭയാണ്. നമ്മിൽ നിന്നാണ് ഇവര് പലതും ഇപ്പൊ പഠിക്കുന്നത്. നിങ്ങളോർക്കും അച്ഛൻ ചുമ്മാ പറയുകയാണ്. യേശു അത്താനാസ്യോസ് തിരുമേനി പാത്രിക്കീസ് വിഭാഗത്തിൽപ്പെട്ട മെത്രാച്ചൻ അമേരിക്കൻ ഡയോസിസ്, ആകമാന സുറിയാനി സഭയുടെ അമേരിക്കൻ ഡയോസിസിന്റെ മെത്രാപ്പൊലീത്ത ആയിരുന്നു. ഒരാണ്ട് തെക്സ അദ്ദേഹം അച്ചടിച്ചിട്ടുണ്ട്. ഈയിടെ നടന്ന ആകപ്പാട് ഒരു കാര്യം അതാ, ആ ആണ്ട് തെക്സയുടെ മുഖവരിയിൽ എഴുതിയിരിക്കുന്നത് ഇത് മലങ്കരയിൽ ഉപയോഗിക്കുന്ന പാമ്പാക്കട നമസ്കാരത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. കാരണം ശരിയായ സുറിയാനി പാരമ്പര്യം ഇന്ന് നിലനിൽക്കുന്നത് സഹോദരങ്ങളെ മലങ്കര സഭയിലാണ്. ആ മലങ്കര സഭ പാരമ്പര്യം അതൊരിക്കലും നമ്മൾ വിദേശിക ക്രമീകരണത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല. മൂന്നാമത് മറ്റൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. എല്ലാവരും പറയുന്ന ഒരു വിഷയമാണ്, പ്രത്യേകിച്ച് ഈ സിംഹാസനത്തെ കുറിച്ച്. പത്രോസിന്റെ സിംഹാസനം കർത്താവേശു മെശിഹ പത്രോസ്ലിഹായോട് പറയുന്നുണ്ട്, ബറിയോന ശീമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തി തന്നത്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. അഭിമന്യ തിരുമേനി ഒന്ന് സൂചിപ്പിച്ചു. ഇതിന്റെ പേരിലാണ് പറയുന്നത് പത്രോസിന് മാത്രമേ സിംഹാസനമുള്ളൂ. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ എന്തെല്ലാം ഗതികേടുകളാണ് വടക്കൻ ഭദ്രാസനത്തിലെ പിള്ളേരെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാവോ? അപ്പനും അപ്പാപ്പനും തമ്മിലുള്ള ബന്ധം പോലെയാണ് യേശുക്രിസ്തുവും
അന്ത്യോക്യം പാത്രിക്കീസും തമ്മിലുള്ള ബന്ധാന്നാ പറയുന്നത്. അന്ത്യോക്യം, ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ഇതെല്ലാം കാണാൻ പഠിക്കുക. അന്ത്യോക്യം പാത്രിക്കീസ് യേശുക്രിസ്തുവിന്റെ കുടുംബത്തിൽപ്പെട്ടതാണ്. അന്ത്യോക്യം പാത്രിക്കീസിന്റെ അരമനയുടെ കിഴക്കുവശത്താണ് പറുദീസ. എന്റെ ദൈവമേ, ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ചെഗ്വേര ബിഷപ്പൊക്കെ ഇത് വിശ്വസിക്കുന്നല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് എന്തൊരു ഭയങ്കര മണ്ടത്തരം. ഇങ്ങനെ പാവപ്പെട്ട മനുഷ്യരെ വൈകാരികമാക്കി ഇങ്ങനെ പഠിപ്പിച്ചു. വല്ല യാഥാർത്ഥ്യവും ഇതിനകത്തുണ്ടോ? നിങ്ങൾക്കറിയാവോ, കൊലയും കൊള്ളിവെപ്പും കൈയിട്ടുവാരലും കാലുവെട്ടലുമാണ് കഴിഞ്ഞ 200 വർഷമായി അന്ത്യോക്യം പാത്രിക്കേറ്റിൽ ഉണ്ടായത്. 20 വർഷം മുമ്പ് ഈ അടുത്ത സമയത്ത് തന്നെ ഇപ്പോഴത്തെ കരീം പാത്രിക്കീസ് ബാവായേക്കായാലും പാത്രിക്കീസാകാൻ സാധ്യതയുള്ള മെത്രാച്ചനെയും കൂടെ ഉണ്ടായിരുന്ന മെത്രാച്ചനെയും ഒരു ഷമ്മാസിനെയും 3 വർഷമായിട്ട് കാണുന്നില്ല. ആ പണിയാണ് ഇവിടെ ഇറക്കാമെന്ന് വിചാരിക്കുന്നത്. അതല്ല മലങ്കര സഭയുടെ പാരമ്പര്യം, അതല്ല മലങ്കര സഭയുടെ സുന്നഹുദോസിന്റെയും മലങ്കര സഭയുടെ വിശ്വാസ ക്രമീകരണത്തിന്റെയും പാരമ്പര്യം. സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. നിങ്ങൾ 12 പേരും സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നെ ന്യായം വിധിക്കും. പൗരസ്ത്യ സഭയുടെ വേദശാസ്ത്രത്തിന്റെ അടിസ്ഥാനം വിശുദ്ധനായ യോഹന്നാൻ അപ്പോസ്തലനും പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായുമാണ്. അങ്ങനെ സഭയുടെ വേദശാസ്ത്രത്തിലും കൈവപ്പിന്റെ അടിസ്ഥാനത്തിലും അടിസ്ഥാനപരമായി നിലനിൽപ്പുള്ള, വേദശാസ്ത്രപരമായി നിലനിൽപ്പുള്ള ശ്രേഷ്ഠമായ ഒരു പാരമ്പര്യമാണ് യഥാർത്ഥത്തിൽ മലങ്കര സഭയ്ക്കുള്ളത്. ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിൽക്കുക, അയ്യോ കോതമംഗലത്ത് ഭൂരിപക്ഷം അവരാണ്, കട്ടച്ചറപ്പിനെ അത് പറയത്തില്ല, പിറവത്ത് ഭൂരിപക്ഷം അതാണ് ഇവിടുത്തെ ഇപ്പം ഗവൺമെന്റിന്റെ വലിയൊരു വിഷമം, ഭൂരിപക്ഷം അവരാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം. യഥാർത്ഥത്തിൽ ഈ ഭൂരിപക്ഷം, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അത് ഓർമ്മിപ്പിച്ചു, ഞാനതിന്റെ കൂടെ വളരെ വ്യക്തമായ ഒരു കാര്യം പറയട്ടെ. മാർക്സിസ്റ്റ് പാർട്ടിയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഏതെങ്കിലും അധികാരത്തിലിരിക്കുന്ന മന്ത്രിമാരുടെയോ പാർട്ടി സെക്രട്ടറിമാരുടെയോ കുടുംബസ്വത്തല്ല. ഞങ്ങളൊക്കെ പാർട്ടികളിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ തന്നെയാണ്. ഞങ്ങൾക്കും അവകാശങ്ങളുണ്ട്. കട്ടച്ചിറയിലെ ലോക്കൽ സെക്രട്ടറിയുടെ ആഗ്രഹം അനുസരിച്ച് കട്ടച്ചിറ പള്ളിയിലെ കാര്യം നടക്കത്തില്ല. അത് ഓർക്കണം. ഈ കോതമംഗലത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ഒരു മണ്ഡലമല്ല കേരളം ഭരിക്കുന്നത്. നീതിപരമായി മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു ഗവൺമെന്റിന്റെയും ഒരു പാർട്ടിയുടെയും ഔദാര്യം വേണ്ട. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടിയത് നീതിയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭ ഭാരതത്തിന്റെ പരമോന്നത കോടതിയിൽ വളരെ വളരെ ബുദ്ധിപൂർവം, സാവധാനം, അനുതാപത്തോടെ പ്രവർത്തിച്ചെടുത്ത വിധിയാണ്. ആ വിധി നീതിപൂർവം നടത്തണം. സത്യത്തിൽ ഈ കട്ടച്ചിറപ്പള്ളിയിലും കോതമംഗലത്തും പിറവത്തും കാണിച്ച നാടകത്തിന്റെ മറുപടി പറയേണ്ടത് നിലവിലിരിക്കുന്ന ഗവൺമെന്റും അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ സെക്രട്ടറിയും പറയണം. ആ സെക്രട്ടറി പറയണമെന്ന് അവകാശപ്പെടാനുള്ള അവകാശം മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വൈദികർക്കും മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ജനങ്ങൾക്കും ഉണ്ട്. കേരളം ഭരിക്കണമെങ്കിൽ ഞങ്ങൾ വളരെ വിനയത്തോടെ പറയുന്നു, ഞങ്ങൾ ആരെയും ജയിപ്പിക്കത്തില്ല. പക്ഷേ ഞങ്ങൾ ഇച്ചിരി അഹങ്കാരത്തോടെ പറയാം, ഈ രീതി മുമ്പോട്ട് പോയാൽ ഒരു 14 സ്ഥലത്തെങ്കിലും തോറ്റിരിക്കും. തോൽപ്പിക്കാനും ഞങ്ങൾക്കറിയാം. നീതിപൂർവമായ ആവശ്യങ്ങൾ നിലനിർത്തുവാനുള്ള അവകാശം ഗവൺമെന്റ് പക്ഷത്തുണ്ട്. അത് ഗവൺമെന്റ് ചെയ്തിരിക്കണം. ഒരു ഔദാര്യവും വേണ്ട. അതുപോലെ തന്നെ എങ്ങനെ ഈ പ്രശ്നങ്ങൾ തീരുന്നത്? എല്ലാവരും കുറ്റം പറയുമല്ലോ, മലങ്കര ഓർത്തഡോക്സ് സഭ സമാധാന ശ്രമം ഇല്ല, മലങ്കര ഓർത്തഡോക്സ് സഭ പള്ളി പിടിക്കുകയാണ്. ഈ വിഷയം തീരുന്നത് എങ്ങനെയാണ്? ഈ വിഷയം തീരാൻ വളരെ വളരെ ലളിതമായ മാർഗമുണ്ട്. ഒന്നാമത്, ഈ വിഷയം മുഴുവൻ ഉണ്ടാക്കിയത് ഞാൻ സഭയുടെ ഒരു ക്രമീകരണത്തിൽ പറയല്ലേ, വ്യക്തിപരമായി ഞാനിത് മനസ്സിലാക്കിയതിന്റെ ഒരു പശ്ചാത്തലത്തിൽ പറയട്ടെ. ഈ വിഷയം മുഴുവൻ ഉണ്ടാക്കിയതിന്റെ പ്രധാനയാള് അന്ത്യോക്യം പാത്രിക്കീസാണ്. അദ്ദേഹം ഈ വിധി അംഗീകരിക്കണം. അതാണ് പരിശുദ്ധ ബാവാ തിരുമേനി 2 ബോംബെന്ന് പറഞ്ഞത്. ബാവായെ സംബന്ധിച്ചോ പരിശുദ്ധ തിരുമേനിയെ സംബന്ധിച്ചോ ഈ വിധി, കോടതിയുടെ വിധി ന്യായപൂർവം അംഗീകരിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് ചുമ്മാ പറഞ്ഞ പോരാ. മലങ്കര സഭയെ 958 കബളിപ്പിച്ചു. അതിനുശേഷം 1970 അതേ പാത്രിക്കീസ് കൽപ്പന ഇറക്കി. ഈ മലങ്കര സഭ തെരഞ്ഞെടുക്കപ്പെടാത്ത ചെറുവള്ളിൽ
തോമ കത്തനാർക്കും ഇപ്പോഴത്തെ ശ്രേഷ്ഠ ബാവായിക്കും അതുപോലെ തന്നെ മറ്റ് രണ്ടുപേർക്കും മലങ്കര സഭയുടെ അനുവാദമില്ലാതെ പട്ടം കൊടുത്തതാണ് രണ്ടാം സമുദായ കേസിന്റെ കാരണം. അല്ലാതെ മലങ്കര സഭയല്ല. മലങ്കര സഭ സെമിനാരി കേസ് മുതൽ ഈ 2017 ജൂലൈ 3 വരെയുള്ള കേസുകളിൽ ഒറ്റ സന്ദർഭത്തിൽ മാത്രമേ മലങ്കര സഭ കേസ് കൊടുത്തിട്ടുള്ളൂ. അത് രണ്ടാം സമുദായ കേസിൽ 1970 3 മെത്രാച്ചന്മാർ അനധികൃതമായി വന്നപ്പോൾ അവർക്കെതിരെ കോട്ടയം ജില്ലാ കോടതിയിൽ OS നമ്പർ 111 നൽകിയ കേസ് മാത്രം. ബാക്കി മുഴുവൻ കേസും പാത്രികീസ് വിഭാഗം കൊടുത്തതാണ്. 500-ലധികം കേസ് എനിക്കെതിരെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, അങ്ങേര് കാണിച്ച നിയമനിഷേധങ്ങൾ എത്ര വലുതാണ്. ഇവിടുത്തെ ഒരു സാധാരണക്കാരന്റെ പേരിൽ ഇത്രയധികം കേസുണ്ടോ? സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ഒരു ചിന്തയുണ്ട്. നമ്മൾ ഒരു തരത്തിലും ഒരു അനീതിയും പ്രവർത്തിച്ചിട്ടില്ല. നമ്മൾ ഒരു തരത്തിലും സത്യത്തിനെതിരായി നിന്നിട്ടില്ല. നിങ്ങൾക്കറിയാവോ, KM മാണി സാറിന്റെ നേതൃത്വത്തിൽ ഒരു ഉപസമിതി, കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഉപസമിതി, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എത്രയോ പ്രാവശ്യം സമിതികൾ വെച്ചു. അതിനേക്കാൾ ഉപരി സഭയുടെ എല്ലാ മേഖലകളിലും അവസാനം പരിശുദ്ധനായ മാത്യുസ്ഥിതിയൻ ബാവാ തിരുമേനി അദ്ദേഹം ആത്മാർത്ഥതയോടെ കെട്ടിപ്പിടിച്ച് ഈ വിഷയം തീരുമെന്ന് അദ്ദേഹം വിചാരിച്ചതാ. കോട്ടയം TB വരെ വന്നിട്ട് തിരിച്ചുപോയി. പണത്തിന്റെ പേരിൽ മാത്രം. അതായിരുന്നു മലങ്കര സഭയിലെ പ്രതിസന്ധി. യഥാർത്ഥത്തിൽ എല്ലാത്തിനോടും മുഖം തിരിച്ചു. ഇനി മറ്റൊന്നുകൂടെ പറയട്ടെ, ഈ പ്രതിസന്ധികൾ അവസാനിപ്പിക്കാനുള്ള മാർഗം, ഒന്നാമത് അഭിവന്ദ്യ സറാഫീൻ തിരുമേനി പറഞ്ഞതുപോലെ സ്വത്തിന്റെ വിഷയമാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ മലങ്കര സഭയിലെ എല്ലാ പള്ളികൾക്കും അറിയാം, മലങ്കര മെത്രാപ്പോലീത്ത മലങ്കര സഭയിലെ ഒരു പള്ളിയിൽ നിന്ന് ഒരു വസ്തു എടുത്തുകൊണ്ട് പോകുന്നില്ല. ഇത് സ്വത്തിന്റെ വിഷയമല്ല. അതേസമയം ഇവിടെ ഒരു വിഷയമുണ്ട്. ഒന്നാമത്, ഈ വിഘടിത ഗ്രൂപ്പത്തിലെ മെത്രാച്ചന്മാരെ സാവധാനം ജനങ്ങളോട് പണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാ. 958 വിധി വന്നപ്പോഴും പറഞ്ഞു നമുക്ക് എതിർത്ത് നിന്നേക്കാവുന്നത്. ഇന്നും അത് തന്നെയാണ് പറയുന്നത്. അത് നിർത്തിയിട്ട് പറയണം, നിങ്ങളെ മലങ്കര മെത്രാപ്പോലീത്ത നിയമിച്ചിരിക്കുന്ന ഭദ്രാസന മെത്രാപ്പോലീത്തമാർ അനുവദിക്കുന്ന വൈദികരുടെ ചുമതലയിൽ പള്ളിയിൽ പൊതുയോഗം വിളിച്ചു കൂട്ടണം. നിങ്ങൾക്കറിയാവോ, ഈ പലരും അഡ്വക്കേറ്റ്, ഞാൻ ആ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതുപോലെ തന്നെ സുപ്രീം കോടതി ജസ്റ്റിസായ അങ്ങേര് ഒരാൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഏതോ ഒരു മീറ്റിംഗിൽ അങ്ങേരും ചെന്ന് പറഞ്ഞു നിങ്ങളും വിധി പാലിക്കേണ്ടത്. ഞങ്ങളാരും ജുഡീഷ്യറി കൊണ്ട് കഞ്ഞു കുടിക്കുന്നവരല്ല. ജുഡീഷ്യറി കൊണ്ട് കഞ്ഞു കുടിക്കുന്നവർ ഈ ഭരണഘടനയ്ക്കും നിയമത്തിനുമെതിരായി പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ക്രമീകരണം, ഒരു സമാധാനം നടക്കണമെങ്കിൽ പരിശുദ്ധ ബാവാ തിരുമേനിക്ക് പോലും ഈ അനധികൃതമായി വാഴിക്കപ്പെട്ടവരെയോ അല്ലെങ്കിൽ അങ്ങനെ ക്രമീകരണത്തിലുള്ളവരെയോ അംഗീകരിക്കാൻ ഒക്കത്തില്ല. നാളെ എല്ലാവരെയും സ്വീകരിക്കാവുന്ന ബാവ പറഞ്ഞാൽ അസോസിയേഷനിലെ ഒരു മെമ്പർ കൊണ്ട് കേസ് കൊടുത്താൽ ബാവ പ്രതിസ്ഥാനത്ത് നിൽക്കും. അതാണ് ഇവിടുത്തെ നിയമപ്രശ്നം. ഒരു കോടതി വിധി ഉണ്ടായിക്കഴിഞ്ഞ് സമാധാനം ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് നടക്കേണ്ടത് വിധി അംഗീകരിക്കണം. വിധി അംഗീകരിച്ച് പള്ളികളിൽ മലങ്കര മെത്രാപ്പോലീത്ത നിയമിക്കുന്ന വൈദികരുടെ നേതൃത്വത്തിൽ പൊതുയോഗം നടക്കണം. പൊതുയോഗം നടന്ന് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ ഉൾപ്പെട്ട് കഴിയുമ്പം പല രീതിയിൽ വേഷം കിട്ടിയ ഒരു ഇടുക്കിയിലെ മെത്രാച്ചൻ പറയുന്നത് 3 കോടി രൂപ കൊടുത്തുന്ന. അങ്ങനെയൊക്കെ വന്ന് വാഴിക്കപ്പെട്ടവർ ഇതിനോട് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുമെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഈ ക്രമീകരണത്തിൽ സഭാസമാധാനം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിമിതിയാൽ ഞാൻ ചുരുക്കട്ടെ. നമ്മൾ ഒരു കാര്യം ഓർക്കണം, മലങ്കര സഭയുടെ നീതി നിഷേധിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിനോ വലതുപക്ഷ ഗവൺമെന്റിനോ സാധിക്കത്തില്ല. അതിനെക്കുറിച്ച് ആരും വിഷമിക്കണ്ട. 1 or 2 സന്ദർഭങ്ങളിൽ നാടകം കളിച്ചാലും ഇന്ന് കേരളം ഭരിക്കുന്ന കേരളത്തിലെ ഭരണ നേതൃത്വത്തോടെ വളരെ സ്നേഹത്തോടും വിനയത്തോടും പറയാനുള്ള ഒരു കാര്യം, ഞങ്ങൾ വിധി നടത്തിയെടുത്തിരിക്കും. അതിന് യാതൊരു സംശയവും നടത്തേണ്ട കാര്യമില്ല. ഇപ്പൊ ഇത് സിവിൽ കേസാ. പക്ഷെ ഈ സിവിൽ കേസിന് ഒരു 2ാം ഘട്ടമുണ്ട്. ഞാൻ അഡ്വക്കേറ്റ് ഒന്നും അല്ല. അതേസമയം വിധി ലഭിച്ച അന്നു മുതൽ ഈ പണം കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു സാഹചര്യത്തിലാണെങ്കിൽ അത് ക്രിമിനൽ കേസിലേക്ക് തിരിക്കും. ഞങ്ങൾക്ക് സഹോദര സ്നേഹം ഉള്ളത് കൊണ്ടാണ് അകത്തു പോകുന്ന പണി ഞങ്ങൾ ചെയ്യാതിരിക്കുന്നത്. അത് ഞങ്ങളുടെ മാന്യതയും വിനയവുമാണ്. അതിനെ മാനിച്ചുകൊണ്ട് മലങ്കര മെത്രാപ്പൊലീത്തായ അധികാരത്തെ സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ സഭയിൽ ഒരു സമാധാന അന്തരീക്ഷം ക്രമീകരിക്കുകയാണ് അനുയോജ്യം.
അതുപോലെ തന്നെ ഗവൺമെന്റ് മനസ്സിലാക്കണം, കട്ടച്ചിറയിലെ ഒരു ലോക്കൽ പ്രദേശമല്ല കേരളം, കോതമംഗലത്തെ ഒരു മണ്ഡലമല്ല ഭരണം നിയമിക്കുന്നത്, അല്ലെ ഭരണം ക്രമീകരിക്കുന്നത്. അത് മനസ്സിലാക്കി അതുപോലെ തന്നെ എല്ലാ പാർട്ടികളിലും മലങ്കര ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളുണ്ട്. ആരും അവനവന്റെ കുത്തകയായി വെക്കേണ്ട ആവശ്യമില്ല. നീതിപൂർവം പ്രതികരിക്കാനും ക്രമീകരിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. നിങ്ങൾ ഓർക്കണേ, ഒരു പള്ളിയിൽ ന്യൂനപക്ഷം, ഈ ന്യൂനപക്ഷം അത്ര മോശമാണോ? സബർമതി ആശ്രമത്തിൽ ദണ്ഡിയാത്രയ്ക്ക് വേണ്ടി മഹാത്മാഗാന്ധിജി ഒരുങ്ങി. അദ്ദേഹത്തിന്റെ പിന്നാലെ വന്നത് വളരെ വിരലേലെണ്ണാവുന്നത് മാത്രം. അതേസമയം ഭൂരിപക്ഷം കൂടെ പോകുന്നില്ല. ന്യൂനപക്ഷത്തിനാണ് ആത്മീക ജീവിതത്തിൽ മൂല്യമുള്ളത്. അതൊന്ന് ശ്രദ്ധിച്ചോണേ. കർത്താവിന്റെ ക്രൂശിനരികെ അമ്മ മറിയാമും സഹോദരി മറിയാമും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയാമും മഗ്ദലക്കാരത്തി മറിയാമും വളരെ ന്യൂനപക്ഷം. ഈ ന്യൂനപക്ഷത്തിന്റെ ഗുണം എന്നാന്നോ? അവർ പൈസക്ക് വീഴത്തില്ല, അവർ അധികാരത്തിന് വീഴത്തില്ല, അവർ സമ്മർദ്ദത്തിന് വീഴത്തില്ല. ആ ന്യൂനപക്ഷത്തിന്റെ വിലയാണ് സത്യം. 912 കാതോലിക്കറ്റ് സ്ഥാപിച്ചപ്പോഴും വട്ടശ്ശേരി തിരുമേനി അബ്ദുള്ള പാത്രികീസ് മുടക്കിയപ്പോഴും മലങ്കര സഭ പുല്ലുവില കൊടുത്തില്ല. അവിടെയാണ് നിങ്ങൾ ഓർക്കണം, വൈദിക പഴയ സെമിനാരിയിൽ വെച്ച് നിലവിളിച്ചു വട്ടശ്ശേരി തിരുമേനി ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് അബ്ദുള്ള പാത്രികീസിനോട് പറഞ്ഞു. അദ്ദേഹം കേട്ടില്ല, അദ്ദേഹത്തിന് പണം മതിയായിരുന്നു. അദ്ദേഹം തിരിച്ച് അന്ത്യോക്യ സഭയുടെ ആസ്ഥാനത്ത് ചെന്നില്ല. കുർക്കുമാദേറായിൽ അന്ത്യോക്യൻ പാത്രികീസന്മാരെ കബറെടുക്കുന്നിടത്ത് അബ്ദുള്ളയുടെ കബറിടയില്ല. പക്ഷേ മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനാണ്. അതാണ് വ്യത്യാസം. ഏകദേശം 7 ലക്ഷം പേരെ അന്നുണ്ടായിരുന്നു അന്ത്യോക്യൻ സഭയിൽ. ഇന്ന് 1.5 ലക്ഷം പോലും ഇല്ല. മലങ്കര സഭ അങ്ങനെയല്ല. മലങ്കര സഭ ഇന്ന് ലോകവ്യാപകമായി വ്യാപിക്കത്തക്ക ശ്രേഷ്ഠ സഭയായി വളർന്നു. കാരണം എന്താണെന്നറിയാവോ? ഈ സഭ നിലകൊണ്ടത് സത്യത്തിന് വേണ്ടിയാണ്, നീതിക്ക് വേണ്ടിയാണ്. യാക്കോബായ വിഭാഗത്തിൽ, പ്രത്യേകിച്ച് വിഘടിത ക്രമീകരണത്തിൽ നിൽക്കുന്ന സഹോദരങ്ങളെ, ഇന്നും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വാതിൽ മലങ്കര സഭ തുറന്നിട്ടിരിക്കുന്നു. മലങ്കര സഭയ്ക്ക് ഒരു ഭിന്നതയുമില്ല. യഥാർത്ഥത്തിൽ ഓർക്കേണ്ട ഒരു സത്യമുണ്ട്. ഭിന്നതയുടെ സാഹചര്യങ്ങളല്ല മലങ്കര സഭയുടെ അർത്ഥതലത്തിൽ പഠിപ്പിക്കുന്നത്. എന്നാൽ മലങ്കര സഭയുടെ സ്വത്വബോധവും തനിമയും ദേശീയതയും അപ്പോസ്തോലിക പാരമ്പര്യവും അപ്പോസ്തോലിക കൈവപ്പും വിനയപൂർവം അംഗീകരിച്ച ഈ സഭയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് സഭയിൽ സമാധാനം ഉണ്ടാകുന്നത്. അതിനുള്ള വകതിരിവ് സർവശക്തൻ എല്ലാവർക്കും നൽകട്ടെ. വിവാഹ കൂദാശയുടെ അവസാനം ഏവങ്കേലിയോനിൽ പറയുന്നത് പോലെ മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെടുന്നവരുണ്ട്, സ്വയമേവ ഷണ്ണന്മാരാകുന്നവരുണ്ട്, ദൈവത്താൽ ഷണ്ണന്മാരാക്കപ്പെടുന്നവരുമുണ്ട്. മറ്റൊരു വാക്ക് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാ: ഗ്രഹിക്കുവാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.